നമസ്കാരം. CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ലഹരിക്കിരയായവരെ വിമുക്തമാക്കാൻ പ്രാധാന്യം നൽകണമെന്ന് മുഖ്യമന്ത്രി. പുത്തൂർ സമാന്തര പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഭീകരവാദം ഇല്ലാതാക്കാൻ സൈനിക നടപടികളിലൂടെയേ സാധിക്കുകയുള്ളൂവെന്ന് 24 കേരള ബറ്റാലിയൻ NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു. പീച്ചി ഡാം വൃഷ്ടി പ്രദേശത്ത് ചെളിയിൽ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടാനക്കുട്ടി ചരിഞ്ഞു. വിശദമായ വാർത്തകളിലേക്ക്. ലഹരിക്കിരയായവരെ വിമുക്തമാക്കാൻ പ്രാധാന്യം നൽകണമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചു നടന്ന ജില്ലാതല യോഗത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംബന്ധിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. ലഹരിക്കിരയായവരെ ഒറ്റപ്പെടുത്താനോ അവഗണിക്കാനോ പാടില്ല. ആവശ്യമായവർക്ക് കൗൺസിലിംഗോ ചികിത്സയോ നൽകണം. കുടുംബത്തിന്റെയും വിദ്യാലയത്തിന്റെയും സഹകരണം വേണം. വിവിധ ഏജൻസികളുമായി ചേർന്ന് പൊതുവായ ക്യാമ്പയിൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരുക്കങ്ങൾ പൂർത്തിയായി. ജൂൺ മാസം മുതൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ആരംഭിക്കും. കുടുംബത്തിന്റെയോ വിദ്യാലയത്തിന്റെയോ പേര് മോശമാകുമോ എന്ന് കരുതി ലഹരി ഉപയോഗം പുറത്തറിയിക്കാതിരിക്കരുതെന്നും ബന്ധപ്പെട്ടവരെ അറിയിക്കണമെന്നും കൂട്ടിച്ചേർത്തു. ലഹരി ഉപയോഗം പുറത്തറിയിക്കുന്നത് ലഹരിക്കടിമപ്പെട്ടയാളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാനല്ല, രക്ഷിക്കാനാണ്. ചികിത്സ ആവശ്യമാണെങ്കിൽ നൽകണമെന്നും നടപടികളോട് പൂർണ്ണമായി സഹകരിക്കുന്ന അവസ്ഥ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇവിടെ ചെയ്യാതിരുന്നത് അത് ചെയ്യുന്നതിന് വേണ്ടി അന്നത്തെ ഭരണ തലപ്പത്തുള്ളവരെ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാർ പല ഘട്ടങ്ങളിലായി കണ്ടു. ഒരു മാറ്റവും ഉണ്ടായില്ല. കാരണം ഒന്നിച്ചിരിക്കുന്നവർ അതിപ്പോൾ വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. അപ്പോൾ അവിടെ നിൽക്കട്ടെ എന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു. 2016 LDF അധികാരത്തിൽ വന്നപ്പോൾ ഇവിടം വിട്ടുപോയ നാഷണൽ ഹൈവേ അതോറിറ്റിയെ തിരിച്ചു വിളിച്ചു. അവരുമായി ഈ പണി പുനരാരംഭിക്കേണ്ടതിൻ്റെ ചർച്ച നടന്നു. അപ്പോൾ നമ്മൾ ഈ കെടുകാര്യസ്ഥക്ക് UDF ഗവൺമെൻറ് കാണിച്ച കെടുകാര്യസ്ഥക്ക് പിഴയടക്കേണ്ട നില വന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി പറയാണ്, ഞങ്ങൾക്ക് ഇവിടുത്തെ വില കൊടുത്തിട്ട് സ്ഥലം എടുക്കാൻ പറ്റില്ല. കേരളത്തിൽ ഭൂമിക്ക് വലിയ വിലയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ ഭൂമി എടുത്തു തരണം. രാജ്യത്തെവിടെയും ഇല്ലാത്തൊരു നില. ഒരു സംസ്ഥാനത്തിലും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല. നമ്മളത് തന്നെ പറഞ്ഞു, സംസ്ഥാനമല്ല ഇതെടുക്കേണ്ടത്, നിങ്ങളാണ് എടുക്കേണ്ടത്. പക്ഷേ തർക്കമായി. നമ്മുടെ സ്ഥിതി എന്താ? നമ്മൾ ഗതികേടിലാണ്. നമ്മുടെ നാട്ടിന് നാഷണൽ ഹൈവേ വികസനം വേണോ വേണ്ടേ? നമ്മുടെ മുന്നിൽ വേറെ വഴികളൊന്നുമില്ല. നാഷണൽ ഹൈവേ വികസനം വേണം. സംസ്ഥാനം മുഴുവൻ പണവും ചെലവിട്ടുകൊണ്ട് ഈ പണി നടത്താൻ കഴിയുന്നതല്ല. അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ ആ പണി നടത്തണം. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ചർച്ചകളായി. അവസാനം നമ്മൾ ഒത്തുതീർപ്പിന് നിർബന്ധിക്കപ്പെട്ടു. കാരണം വേറെ വഴിയില്ല. നാഷണൽ ഹൈവേ വരണമെങ്കിൽ നമ്മൾ ഒരു ഭാഗം വഹിക്കേണ്ടി വരുന്നു. അന്നുണ്ടായ ഒത്തുതീർപ്പ് ആ സ്ഥലമെടുക്കുന്നതിന് വേണ്ടിവരുന്ന ചെലവിൻ്റെ 25% സംസ്ഥാനം നൽകണം. ഗതികേട് നമ്മളെ അവിടെ എത്തിച്ചു. വേറെ വഴിയില്ല. എത്രയാ? 5600 കോടി രൂപ UDF കാണിച്ച കെടുകാര്യസ്ഥക്ക് കേരളം നൽകേണ്ടി വന്ന പിഴയാണത്.
ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പണി അങ്ങ് തലപ്പാടി മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുകയാണ്. ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അങ്ങനെ സഞ്ചരിക്കുന്നവരുടെ മനസ്സിൽ വലിയ കുളിർമയാണ് അനുഭവപ്പെടുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ പൂർണ്ണതയിലെത്തി. ആ പൂർണ്ണതയിലെത്തിയ റോഡിലൂടെ ഇപ്പോൾ സഞ്ചരിക്കാൻ നല്ല വേഗതയിൽ ആ റോഡിലൂടെ പോകാൻ കഴിയുന്നു. 6 വരി പാത പൂർണ്ണമായിരിക്കുന്നു. അപ്പോൾ ആ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ നല്ല കുളിർമ അനുഭവപ്പെട്ട് തൊട്ടടുത്ത റീച്ചിലെത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ പണി പൂർണ്ണതയിലെത്താത്തത് കാണുന്നത്. പക്ഷെ അവർക്ക് വിഷമം തോന്നുന്നില്ല. കാരണം ഏതാനും നാളുകൾ, ആഴ്ചകൾ, മാസങ്ങൾ പിന്നിട്ടാൽ ഈ റോഡും പഴയ റോഡിൻ്റെ അതേ റോഡിൻ്റെ അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ നല്ല രീതിയിൽ മാറ്റം. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. നമ്മുടെ സംസ്ഥാനത്ത് 2016 UDF ആണ് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഇത്തരമൊരു മാറ്റം സംഭവിക്കുമായിരുന്നോ? പഴയ അതേ അവസ്ഥ തുടരുമായിരുന്നു. മാറ്റം വന്നത് LDF അധികാരത്തിൽ വന്നുകൊണ്ട് മാത്രമാണ്. ഇതാണ് വസ്തുത. നമ്മുടെ കേരളത്തിൽ ഇത് മാത്രമല്ല, ഇപ്പോൾ ഗെയിലിൻ്റെ ഒരു പൈപ്പ് ലൈൻ, അതുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ സർക്കാർ തയ്യാറായില്ല. അവരും സ്ഥലം വിട്ടു. നമ്മുടെ കൂടെ ആ പണി തുടങ്ങിയവരെല്ലാം സംസ്ഥാനങ്ങൾ അത് പൂർത്തിയാക്കി. 2016 LDF അധികാരത്തിൽ വന്നപ്പോൾ അവരെല്ലാം തിരിച്ചു വിളിച്ചു. ഈ ഗെയിലുകാരെ തിരിച്ചു വിളിച്ചു, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയെ. അവർ വന്ന് പണി തുടങ്ങി. ഇപ്പോൾ സുഗമമായി കുറേ കാലമായി ആ പൈപ്പിലൂടെ ഗ്യാസ് പ്രവഹിക്കുകയാണ്. നമ്മുടെ പല സിറ്റിയിലെയും അടുക്കളയിൽ, വീട്ടിൻ്റെ അടുക്കളയിൽ ഇത് പാചകവാതകമായി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പല ഫാക്ടറികളിൽ ഇന്ധനമായി എത്തിയിട്ടുണ്ട്. നാടിന് പല രീതിയിൽ ഉപകരിക്കുന്ന ഗ്യാസ്. വൈദ്യുതി രംഗം, നമ്മുടെ സംസ്ഥാനത്തേക്ക് വൈദ്യുതി വഹിച്ചുകൊണ്ട് വരാൻ ഒരു പ്രധാനപ്പെട്ട ലൈനായിരുന്നു എടമൺ കൊച്ചി പവർ ഹൈവേ. കോട്ടയത്തെത്തിയപ്പോൾ അതവിടെ നിന്നു. പുത്തൂർ സമാന്തര പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. റോഡ് വികസനത്തിന്റെ സ്ഥലം ഏറ്റെടുക്കലും വളരെ വേഗം മുന്നോട്ടു പോകുന്നു. പുത്തൂർ നിവാസികളുടെ യാത്രാ ദുരിതത്തിന്റെ ശാശ്വത പരിഹാരമാണ് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ലക്ഷ്യം കാണുന്നത്. കുട്ടനല്ലൂർ മുതൽ പയ്യപ്പള്ളി മൂല വരെ 15 മീറ്റർ വീതിയിൽ പുനർനിർമ്മാണം നടത്തുന്നു. നിലവിലെ പുത്തൂർ പാലത്തിന് സമാന്തരമായി മറ്റൊരു പാലം കൂടെ പണി പൂർത്തിയായി വരുന്നു. റോഡ് വികസനത്തിനായി എടുത്ത സ്ഥലങ്ങളിലെ കെട്ടിടങ്ങളും മതിലുകളും പൊളിച്ചു നീക്കുന്ന പണികൾ അവസാന ഘട്ടത്തിലാണ്. ഏറെ തർക്കങ്ങൾക്കും കോടതി കേസുകൾക്കും സെന്റർ വികസനം വഴിവെച്ചെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്താണ് നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ടുപോയത്. സമാന്തര പാലത്തിന്റെ കോൺക്രീറ്റിംഗ് ഉൾപ്പെടെ പ്രധാന പണികൾ പൂർത്തിയായി. എത്രയും വേഗം പണികൾ പൂർത്തീകരിക്കാൻ തൊഴിലാളികൾ രാത്രിയും പകലും പ്രവൃത്തികൾ ചെയ്യുന്നു. നിലവിലെ റോഡ് വീതി കുറവായതിനാൽ രാവിലെയും വൈകിട്ടും രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ്. പുതിയ റോഡും പാലവും പണി പൂർത്തിയാകുന്നതോടെ ഇതുവഴിയുള്ള യാത്രാ ദുരിതത്തിനും ശാശ്വത പരിഹാരം കാണുകയാണ്. ജി സുധാകരന്റെ പ്രസ്താവന ഇന്ത്യ മുന്നണി EVM-നെ എതിർക്കുന്നതെന്തിനെന്ന് വ്യക്തമായതായി കെ സുരേന്ദ്രൻ. പോസ്റ്റൽ വോട്ടുകൾ തിരുത്തി ഇടതുപക്ഷം തിരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടെന്ന മുതിർന്ന CPM നേതാവ് ജി സുധാകരന്റെ പ്രസ്താവന ഗൌരവതരമാണെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇന്ത്യ സഖ്യം EVM-നെ എതിർത്തത് എന്തിനാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. പഠിച്ചതേ പാടൂ എന്ന് പറയുന്നത് പോലെയാണ് CPM-ന്റെ അവസ്ഥ. ബാലറ്റ് പേപ്പർ ഉണ്ടായിരുന്നപ്പോൾ കൃത്രിമം കാണിച്ചും കള്ളവോട്ടും ചെയ്തും CPM ജയിച്ചു. നടക്കാതായപ്പോൾ EVM-നെ എതിർത്തു. കോൺഗ്രസും ഇതുതന്നെ ചെയ്തു. EVM തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ അവസാനിപ്പിച്ചാണ് ഇന്ത്യ മുന്നണിയെ അസ്വസ്ഥമാക്കുന്നത്. തപാൽ വോട്ടിൽ കോൺഗ്രസും CPM-ഉം ക്രമക്കേട് നടത്തുന്നു. ഉദ്യോഗസ്ഥരുടെ പിന്തുണയുണ്ട്. ജി സുധാകരന്റെ പ്രസ്താവന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൌരവമായി കാണണം. CPM-ന്റെ ജനാധിപത്യ വിരുദ്ധത തുറന്നു കാണിക്കുകയാണ് സുധാകരൻ ചെയ്തത്. കോൺഗ്രസ് അതിന് കൂട്ടുനിൽക്കുകയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു.
കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ 22ാം സംസ്ഥാന സമ്മേളനം മെയ് 17 തൃശൂർ ടൗൺ ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. വടക്കാഞ്ചേരി MLA സേവർ ചിറ്റിലപ്പള്ളി അധ്യക്ഷനാകും. MK കണ്ണൻ, AP ജോസ്, P ഉണ്ണികൃഷ്ണൻ, രാജേഷ് B എന്നിവർ പങ്കെടുക്കും. MK കണ്ണൻ, VM ഭവാനി, വത്സപ്പൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യൻ സൈനികർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് NSS വിദ്യാർത്ഥികൾ. യുദ്ധങ്ങൾ അശാന്തിയും അനാഥത്വവും സമ്മാനിക്കുമെങ്കിലും ഭീകരവാദം ഇല്ലാതാക്കാൻ സൈനിക ബലത്തിലൂടെയേ സാധിക്കുകയുള്ളൂവെന്ന് 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു. നാട്ടിക NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ സൈനികർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നയിച്ചു. PTA പ്രസിഡന്റ് PSP നസീർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ജയ്ബിനി GSB, ഹെഡ്മിസ്റ്റേഴ്സ് മിനിജ R വിജയൻ, ഷൈജ EB, ശലഭ ജയശങ്കർ എന്നിവർ പ്രസംഗിച്ചു. സൈനികർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ദേശീയ പതാക കൈകളിലേന്തി വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു. NSS ലീഡർ ജന്ന ഫാത്തിമയുടെ നേതൃത്വത്തിൽ വോളണ്ടിയർമാർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നമ്മളിങ്ങനെ TV ആൾക്കാർ പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. അവിടെ പോകുമ്പോൾ ജനങ്ങളെ കാണും. ഭാരതം എന്റെ നാടാണ്. എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. യുദ്ധം അത് സമ്മാനിക്കുന്നത് അനാഥത്വമാണ്, വേദനയാണ്. എങ്കിലും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സമാധാനത്തിനും രാജ്യരക്ഷയ്ക്കും സൈനിക നീക്കങ്ങൾ ആവശ്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഭീകരതയെ തുടച്ചു നീക്കാൻ സൈന്യം നഷ്ടപ്പെടുത്തിയ അനേകം ജീവനുകളെ ഞങ്ങൾ വിലമതിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളോടുള്ള ഐക്യദാർഢ്യവും സ്നേഹവും SN ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS കേഡറ്റുകളായ ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സുസ്ഥിരതയ്ക്കും അഖണ്ഡതയ്ക്കും സമാധാനത്തിനു വേണ്ടിയും പ്രവർത്തിക്കുന്ന പട്ടാളക്കാരോട് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്. തൃശൂർ കേരളവർമ്മ കോളേജിൽ വിവിധ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നുണ്ട്. 19-ന് 9:30 ഇംഗ്ലീഷ്, 11:30 പൊളിറ്റിക്കൽ സയൻസ്, 2:30 മാത്തമാറ്റിക്സ് എന്നിങ്ങനെ അഭിമുഖം നടക്കുന്നുണ്ട്. വിശദ വിവരങ്ങൾക്ക് www.keralavarma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ. ഇനിയൊരു ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO certified laboratory.
ഉറങ്ങണില്ല. ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. അമല മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് ശില്പശാലയും ഡോക്ടർ എം.ആർ. രാമചന്ദ്രൻ അനുസ്മരണവും മെയ് 17. ദേശീയ ഫോറൻസിക് ദിനാചരണത്തിന്റെ ഭാഗമായി നീതി നിർവഹണത്തിൽ ഡോക്ടറുടെ പങ്ക്, ഡോക്ടർ രോഗി ബന്ധം എന്നീ വിഷയങ്ങളെ അനുബന്ധിച്ചാണ് ഏകദിന ശില്പശാല. ഫോറൻസിക് വിദഗ്ധനും അമലയുടെ മുൻ പ്രിൻസിപ്പാളുമായിരുന്ന ഡോക്ടർ എം.ആർ. ചന്ദ്രൻ അനുസ്മരണവും നടക്കും. മെഡിക്കൽ വിദ്യാർത്ഥികളെയും യുവ ഡോക്ടർമാരെയും കോടതി നടപടികളെപ്പറ്റിയും പരിചയപ്പെടുത്താൻ പ്രതീകാത്മക കോടതി മുറിയുടെ ഉദ്ഘാടനം നടക്കും. തൃശൂർ ജില്ലാ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രമ്യ മേനോനും അമല മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ CMIയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. ഫാദർ ആന്റണി മണ്ണുമ്മൽ CMI, ഡോക്ടർ പ്രിൻസ് എം പോൾ, ഡോക്ടർ ബോബൻ ബാബു, ഡോക്ടർ അജിൻ ജോസഫ്, ഡോക്ടർ നീരജ BPR, ജോസഫ് വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ പീച്ചി ഡാമിന്റെ വൃഷ്ടിപ്രദേശമായ കുമ്മായച്ചാൽ മേഖലയിൽ ചെളിയിലകപ്പെട്ട ആനക്കുട്ടി ചെരിഞ്ഞു. ആനക്കുട്ടി ചെരിഞ്ഞത് വനപാലകർ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ്. അപകടത്തിൽപ്പെട്ട ആനക്കുട്ടിക്ക് കാവൽ നിന്ന് അമ്മയാനയും സംഘവും. പീച്ചി ഡാമിന്റെ വൃഷ്ടിപ്രദേശമായ കുമ്മായച്ചാൽ മേഖലയിൽ വ്യാഴാഴ്ച രാവിലെ വനപാലക ഉദ്യോഗസ്ഥർ ആനക്കുട്ടി ചെളിയിലകപ്പെട്ടത് കണ്ടു. രക്ഷിക്കുന്നതിനായി തള്ളയാനടക്കം 4ഓളം വലിയ ആനകൾ ചുറ്റും കൂടി ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. വനപാലക ഉദ്യോഗസ്ഥർക്ക് ആനക്കുട്ടിയുടെ അടുത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ ബുദ്ധിമുട്ടിലായി. തള്ളയാനവും സംഘവും പരമാവധി രക്ഷിക്കാൻ ശ്രമം നടത്തിയെങ്കിലും പാഴായി. സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും വലിയ ആനകൾ മാറിയതിനു ശേഷം വൈദ്യസഹായം നൽകാൻ മൃഗഡോക്ടറെ വിളിച്ചുവരുത്തി. അപ്പോഴേക്കും ആനക്കുട്ടി ചെരിഞ്ഞു. ഏകദേശം 2 മാസം പ്രായമുള്ളതായി വനംവകുപ്പ് പറയുന്നു. പീച്ചി ഫോറസ്റ്റ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരുടെ കീഴിൽ തുടർ നടപടികൾ സ്വീകരിച്ചു. അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകനും കലാസാംസ്കാരിക മേഖലയിലെ പ്രമുഖനുമായിരുന്ന സക്കീർ ഹുസൈന്റെ ഡോക്യുമെന്ററി ആൾപൂരത്തിന്റെ ആദ്യ പ്രദർശനം മെയ് 16. ഇന്റർനാഷണൽ ഫോക്ലോർ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്റർനാഷണൽ വിഭാഗത്തിൽ സ്പെഷ്യൽ ജൂറി പരാമർശം നേടിയ ഡോക്യുമെന്ററിയാണ് ആൾപൂരം. സക്കീർ ഹുസൈൻ ഡയറക്ട് ചെയ്ത ഡോക്യുമെന്ററി മീഡിയ ക്രിയേഷനും സോളിഡാരിറ്റി തൃശൂരും ചേർന്നാണ് നിർമ്മിച്ചിട്ടുള്ളത്. മെയ് 16 വൈകിട്ട് 5 മണിക്ക് സാഹിത്യ അക്കാദമി വൈലോപ്പിള്ളി ഹാളിലാണ് പ്രദർശനം. PB അഖിൽ, അനീസ് അഹമ്മദ്, ഫൈസൽ VK, അനീസ് ആദം, സിറാജുദ്ദീൻ ബാവ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചേലക്കര സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2025-26 അധ്യയന വർഷത്തേക്ക് വിവിധ വിഷയങ്ങളിൽ അതിഥി അധ്യാപക നിയമനത്തിന് മെയ് 21 രാവിലെ 10 കോളേജിൽ ഇന്റർവ്യൂ ഉണ്ട്. UGC യോഗ്യതയുള്ള കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് തൃശൂർ മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 9188900184 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. സ്വർണ്ണവില ഇടിഞ്ഞു. സംസ്ഥാനത്ത് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കുത്തനെ സ്വർണ്ണവില ഇടിഞ്ഞു. പവന് 1560 രൂപ ഒറ്റയടിക്ക് കുറഞ്ഞു. ഒരു മാസത്തിനു ശേഷം സ്വർണ്ണവില 69,000-ന് താഴെയെത്തി. ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില 68,880 രൂപയാണ്. മാള K. കരുണാകരൻ സ്മാരക ഗവൺമെന്റ് ITIയിൽ IMC-യുടെ ആഭിമുഖ്യത്തിൽ SSLC+2 യോഗ്യതയുള്ള തൊഴിലധിഷ്ഠിത പ്ലേസ്മെന്റ് സപ്പോർട്ടോടുകൂടി ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. PG ഡിപ്ലോമ ഇൻ എയർ കാർഗോ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ AC മെക്കാനിക്, ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നീ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ. ഇൻഡസ്ട്രിയൽ വിസിറ്റ്, ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം, വ്യക്തിത്വ വികസനം എന്നിവയിൽ പ്രത്യേക പരിശീലനമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 6282253312 എന്ന നമ്പറിൽ വിളിക്കുക. അസോസിയേഷൻ ഓഫ് സർജൻസ് ഓഫ് ഇന്ത്യ കേരള ചാപ്റ്ററിന്റെ 48ാമത് സംസ്ഥാന സമ്മേളനം കാസിക്കോൺ 2025 മെയ് 16 മുതൽ 18 വരെ. തൃശൂർ മെഡിക്കൽ കോളേജ് അലൂമിനി ഹാളിലും ഹയാത്ത് റീജൻസിയിലുമാണ് സമ്മേളനം. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 1000-ലധികം സർജൻമാർ പങ്കെടുക്കുന്നു. പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾക്ക് ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട്. പ്രബന്ധങ്ങൾക്ക് അസോസിയേഷൻ ഓഫ് സർജൻസ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പുരസ്കാരങ്ങൾ ഉണ്ടാകും. ഡോക്ടർ PK മോഹനൻ, ഡോക്ടർ S. ശ്രീകുമാർ, ഡോക്ടർ ആൽഫി J. കവലക്കാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
അക്രഡിറ്റർ എഞ്ചിനീയർ ഓവർസിയർ നിയമനം അപേക്ഷകൾ ക്ഷണിച്ചു. പ്രൊഫഷണൽ യോഗ്യതയുള്ള പട്ടികജാതി ഉദ്യോഗാർത്ഥികൾക്ക് മികവുറ്റ ജോലികൾ കരസ്ഥമാക്കാൻ പ്രാപ്തമാക്കുന്നതിന് അക്രഡിറ്റഡ് എഞ്ചിനീയർ ഓവർസിയർ പരിശീലന പദ്ധതിയിൽ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. 1 വർഷ കാലാവധിയുള്ള പരിശീലനത്തിന് സിവിൽ എഞ്ചിനീയറിംഗ്, ബിടെക്, എംടെക്, ഡിപ്ലോമ, ITI യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 21 മുതൽ 25 വരെ. 18,000 രൂപ പ്രതിമാസ ഓണററിയുമുണ്ട്. 29 തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു. നിശ്ചിത മാതൃകയിൽ അപേക്ഷ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം തൃശൂർ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ മെയ് 20 വൈകിട്ട് 5-നകം അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0487 2360 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സ്ത്രീയെ അസഭ്യം പറഞ്ഞ് ആക്രമിച്ച് മാനഹാനി വരുത്തിയ കേസിൽ 2 പ്രതികൾ റിമാൻഡിലായി. വടമ അഷ്ടമിച്ചിറ സ്വദേശികളായ കാത്തോളി വീട്ടിൽ വൈശാഖ്, കൽപ്പിങ്ങാപ്പുറം സുഷിൻ എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ വേറെയും കേസുകളുണ്ട്. മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി, സബ് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് ബാഷി, KR സുധാകരൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത കുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ യുവാവ് റിമാൻഡിലായി. പുത്തുക്കാവ് സ്വദേശി കാര്യാട്ടുകരക്കാരൻ വീട്ടിൽ സ്മിത്തിനെയാണ് റിമാൻഡ് ചെയ്തത്. ഏപ്രിൽ മാസത്തിലാണ് സംഭവം. വീട്ടിലെ ബെഡ്റൂമിൽ കട്ടിലിൽ കിടന്ന് മൊബൈലിൽ വീഡിയോ ഗെയിം കളിക്കുമ്പോഴാണ് സ്മിത്ത് കുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയത്. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക് വീണ്ടും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന 1 വർഷത്തെ PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, 6 മാസത്തെ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. മികച്ച ഹോസ്പിറ്റലുകളിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരമുണ്ട്. വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഉണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 7994 449314. പൂവഞ്ചിറ ചൂലിപ്പാടം പുത്തൂർ ഐനിക്കൽ ആന്റണി അന്തരിച്ചു. 60 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ചുവന്നമണ്ണ് നിർമ്മലഗിരി സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിലാണ്. ബിന്ദു ആണ് ഭാര്യ. അഭിലാഷ്, അമൽ എന്നിവർ മക്കളും അരുണിമ, അഭിലാഷ് എന്നിവർ മരുമക്കളുമാണ്. ഇന്നലെ അന്തരിച്ച ഫാദർ ലിയോ പുത്തൂരിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വച്ചു. വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ 4 മണി വരെ പതിയാരം പള്ളിയിൽ ലിയോ അച്ഛന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വച്ചു. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രത്യേക സജ്ജമാക്കിയ മുറിയിൽ വച്ചതിനുശേഷം വെള്ളിയാഴ്ച തൃശൂർ സെന്റ് ജോസഫ് പ്രീസ്റ്റ് ഹോമിലെ കുർബാനയ്ക്ക് ശേഷം അവിടെ പൊതുദർശനവും ഉണ്ടായിരിക്കും. രാവിലെ 8:30 പെരിഞ്ചേരി ഇടവകയിലെ വസതിയിലേക്ക് കൊണ്ടുപോകും. 1:30 വീട്ടിൽ വെച്ച് മൃതസംസ്കാര ശുശ്രൂഷയുടെ ആദ്യഭാഗവും തുടർന്ന് 2:30 പള്ളിയിൽ മറ്റു കർമ്മങ്ങളും നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ലഹരിക്കിരയായവരെ വിമുക്തമാക്കാൻ പ്രാധാന്യം നൽകണമെന്ന് മുഖ്യമന്ത്രി. പുത്തൂർ സമാന്തര പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഭീകരവാദം ഇല്ലാതാക്കാൻ സൈനിക നടപടികളിലൂടെയേ സാധിക്കുകയുള്ളൂവെന്ന് 24 കേരള ബറ്റാലിയൻ NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു. പീച്ചി ഡാം വൃഷ്ടി പ്രദേശത്ത് ചെളിയിൽ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടാനക്കുട്ടി ചരിഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.